ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളും ഫൈനലി ആ 1/64 സ്കെയിലുള്ള RC കാർ മേടിച്ചിരിക്കുകയാണ്. ഒരു പ്രീമിയം പാക്കിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്യാം. സോ ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് തൽക്കാലം കൊണ്ട് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് ഇതിൻ്റെ കൂടെ ചാർജിങ് കേബിളാണ്, സി ടൈപ്പ് ചാർജിങ് കേബിളാണ് ഒരെണ്ണം വരുന്നത്. ആൻഡ് ഇത് രണ്ടും കൂടെ മാറ്റി വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി നമ്മൾ അൺസ്ക്രൂ ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത്. അടിപൊളി ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ള അടിപൊളി ഒരു മോഡലാണ്. ഫുള്ളി മെറ്റലാണ് ഇത് വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. രണ്ടാമത് ഇതുപോലെ കയ്യിൽ ഒതുക്കി പിടിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള ഇതിന്. സോ ഇത് ടേണൊക്കെ ചെയ്യുന്നതാണ്. ഈ സെൻട്രൽ കാണുന്ന പോർഷൻ തിരിച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രിഫ്റ്റ് ചെയ്യാൻ പാകത്തിന് നമുക്ക് ഫുള്ളി ടേൺ ചെയ്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1/64 ആണ് ഇതിൻ്റെ സ്കെയിൽ വരുന്നത്. ആൻഡ് സി ടൈപ്പ് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ടൈലൈറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ ഉള്ളൊരു വണ്ടിയാണ്. സോ അപ്പം നമ്മൾ നേരെ ഇത് ഡ്രൈവ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ റിമോട്ട് ഞാൻ കാണിച്ചു തരാം. റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത് ഇത് ഫോർവേഡ്, ബാക്ക്വേഡ്, പിന്നെ ഇത് ലെഫ്റ്റ്, റൈറ്റ് വരുന്നത്. ഇതാണ് സ്പീഡ് കൺട്രോൾ. ഇതിന് 3 സ്പീഡ് വരുന്നുണ്ട്. ഒരു നോർമൽ സ്പീഡ് വരുന്നുണ്ട്, അത്യാവശ്യം മീഡിയം വരുന്നുണ്ട്, പിന്നെ നല്ല ഫാസ്റ്റ് ആയിട്ടൊരു സ്പീഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒറ്റ ബാറ്ററി വരുന്നത്. ആൻഡ് മറ്റേ ലിഥിയം ബാറ്ററി ഇല്ലേ, റൗണ്ടുള്ള ആ ഒരു ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. ഇതാണ് വണ്ടി ഓൺ ആക്കുന്ന ഒരു ബട്ടൺ എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ വണ്ടി ഓൺ ചെയ്യാം. സോ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഹെഡ്ലൈറ്റൊക്കെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഉണ്ടോ, വീലൊക്കെ ടേൺ ചെയ്യുന്നുണ്ടോ, ലെഫ്റ്റ് റൈറ്റ്. ആൻഡ് ഇതിനകത്ത് 3 സ്പീഡ് വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ നോർമൽ സ്പീഡ്. നമ്മൾ വീണ്ടും പെർസെൻറ്റേജ് ഈ കാണുന്ന പെർസെൻറ്റേജ് ബട്ടൺ ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ സ്പീഡ് ഒരു മീഡിയത്തിലേക്ക് കൺവേർട്ട് ആവും. നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ല സ്പീഡിൽ ഇറങ്ങും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതല്ല, അതിഭീകരമായ സ്പീഡിലാണ് ഇത് കറങ്ങുന്നത്. ആൻഡ് സസ്പെൻഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ റഫായിട്ടുള്ള ഈ പരിക്കനിട്ട സ്ഥലത്താണ് നമ്മൾ ഫസ്റ്റ് ഇത് ഓടിച്ചു നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നോർമൽ സ്പീഡിലാണ് വണ്ടി ഇപ്പോൾ കിടക്കുന്നത്. സോ നമുക്ക് നോക്കാം വണ്ടി മൂവ് ആവുമെന്ന്. ഓക്കെ, ഇതിപ്പോൾ നോർമൽ സ്പീഡിൽ വണ്ടി അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ ഡ്രൈവ് ആകുന്നുണ്ട്. കണ്ടോ, റിവേഴ്സ് വരുന്നുണ്ട്, ടേൺ ആകുന്നുണ്ട്, എല്ലാം അടിപൊളിയാണ്. സോ നമ്മൾ സ്പീഡ് ഒന്നുകൂടെ സ്വിച്ച് ചെയ്യാണ്, ഒരു മീഡിയത്തിലേക്കാക്കി. സോ ഇതാണ് ഇതിൻ്റെ മീഡിയം സ്പീഡ് എന്ന് പറയുന്നത്. വെള്ളമായിട്ട് യാതൊരു ടച്ച് ഇതിനെ പറ്റില്ല കേട്ടോ. വെള്ളമായിട്ട് ടച്ച് ചെയ്യുന്ന മാനുവലിൽ പ്രത്യേകം ഇട്ടിട്ടുണ്ട്. ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാ അവിടെ കുറച്ച് വാട്ടറാണ്. സോ ഗൈസ്, ഇപ്പോൾ ഇത് കിടക്കുന്നതിൻ്റെ മാക്സിമം സ്പീഡാണ്. മാക്സിമം സ്പീഡോട്ട് ആയിക്കഴിഞ്ഞാൽ തീരെ കൺട്രോളില്ല, വണ്ടി തെറിച്ചൊക്കെ പോകുന്നതാണ്. സസ്പെൻഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എവിടെയെല്ലാം ഒന്ന് കയറി കഴിഞ്ഞാൽ മിക്കവാറും മറിയുകയും ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഉണ്ടോ, എങ്ങനെയുണ്ട്? സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ആശാൻ ഭീകരനാണ്. കേട്ടോ, വണ്ടി മറിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആശാൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദിഗംബരനെ പോലെ ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ നോർമൽ സ്പീഡിലായിട്ട് തന്നെ കൺവേർട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ഓടിച്ച് നോക്കാം. നോർമൽ സ്പീഡിൽ കുഴപ്പമില്ല, വണ്ടി നല്ല സ്മൂത്തായിട്ട് അനുസരണയോടെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പം വെള്ളം വീണ് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നറിയില്ല. ഓടുമോ ഓടാതിരിക്കുമോ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇത് ഞാൻ മേടിച്ച വാടക തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന് ചാർജൊന്നും ചെയ്തിട്ടില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ടൈമൊക്കെ നിൽക്കുന്നുണ്ട് ചാർജിൻ്റെ. സോ ഇതാണ് ഇതിൻ്റെ നോർമൽ സ്പീഡ്. ഇപ്പം മീഡിയം സ്പീഡും നോർമൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇനി സാധാരണ റോഡിൽ കൂടെ മാക്സിമം സ്പീഡിൽ ഓടിക്കാൻ പറ്റുമോ എന്നറിയില്ല. ഞാനതിൽ ഇൻഡോർ പോയിട്ട് വീടിനകത്തിട്ട് ഇതൊന്ന് മാക്സിമം സ്പീഡിൽ ഓടിച്ച് കാണിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീടിനകത്തിട്ട് ഓടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇത് നോർമൽ സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. ടൈലിലാണെങ്കിലും നല്ല ഫ്രിക്ഷനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ടയർ ആണെങ്കിലും നല്ലതായിട്ട് പിടുത്തം വീടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര സ്മൂത്തായിട്ട് വണ്ടി ഓടുന്നത്. സോ നമ്മളിതിനെ സ്വിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു മീഡിയം സ്പീഡിലോട്ടാക്കിയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ നോർമൽ സ്പീഡിലാണ് ഓടുന്നത്. ഇപ്പോൾ ഞാൻ ഒരു മീഡിയം സ്പീഡിലായിട്ട് വണ്ടി സ്വിച്ച് ഇട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മീഡിയം സ്പീഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീഡിയം സ്പീഡിൽ ഓടുന്നുണ്ട്. അങ്ങനെ തെറിച്ച് പോകുന്നോ മറിയുന്നോ കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മൾ ഇനി മാക്സിമം ഇതിൻ്റെ ഹൈ സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഓടിക്കാൻ വേണ്ടി പോകുകയാണ്. അപ്പോൾ മാക്സിമം സ്പീഡിലോട്ട് ഓടുമ്പോഴത്തേക്കും എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. അപ്പോൾ ഞാൻ മാക്സിമത്തിലോട്ട് ഇപ്പോൾ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മാക്സിമത്തിലോട്ട് ഓടിച്ച് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത്. ഓടുമ്പോഴത്തേക്കും ഇതിൻ്റെ ടൈലൈറ്റ് എല്ലാം കത്തുന്നതായിരിക്കും കേട്ടോ. അല്ലാത്തപ്പോൾ ഇത് ടൈലൈറ്റ് ഓഫായി തന്നെ കിടക്കും കേട്ടോ. മാക്സിമം സ്പീഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടുന്നുണ്ട്. ആ ചുമയ്ക്കുന്നത് എൻ്റെ അപ്പനാണ്. അപ്പോൾ വണ്ടിയുടെ സൗണ്ടൊന്നും അല്ലത് കേട്ടോ. റിവേഴ്സ് പോകുന്നുണ്ട്, ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിട്ട് സ്മൂത്തായിട്ട് വണ്ടി വർക്കാവുന്നുണ്ട്. സോ നമ്മൾ വീണ്ടും ഇതിൻ്റെ സ്പീഡ് കുറച്ച് നോർമലായിട്ട് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത്. സോ അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ് നമ്മുടെ ഈ RC കാറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്? എന്തായാലും RC കാർക്ക് ഇഷ്ടമുള്ളൊരു മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണിത്. സോ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഈ വലിപ്പമാണ്, അത് ഭയങ്കര അട്രാക്റ്റീവാണ്. രണ്ടാമത്തെ കാര്യം ഇത് മെറ്റലിലാണ് വരുന്നത്. ആൻഡ് മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ പ്രൈസാണ്. ഏകദേശം 990 രൂപ മാത്രമേ ഈ ഒരു RC കാറിന് വരുന്നുള്ളൂ. ആൻഡ് 3 സ്പീഡ് വരുന്നുണ്ട്. അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. അത്യാവശ്യം പവറൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി മോഡലാണ്. പിന്നെ നമുക്കിത് പോക്കറ്റിലിട്ടുണ്ട് എവിടെ വെള്ളം കൊണ്ടു കിടക്കാം. നമ്മുടെ ഡെസ്ക്ടോപ്പിലൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു അടിപൊളി RC വണ്ടിയാണിത്. ആൻഡ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിശേഷവും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഞാനിത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് വെച്ചാൽ എറണാകുളത്ത് വൈപ്പിനുള്ള അബ്ബ ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിരിക്കുന്നത്. സോ അപ്പം എന്തായാലും RC കാർക്ക് ഇഷ്ടമുള്ളൊരു മസ്റ്റായിട്ടൊന്ന് മേടിച്ച് നോക്കുക.
എന്തായാലും നിങ്ങൾ നിരാശപ്പെടുക വരത്തില്ല. കാരണം ഞാനൊരു RC കാർ ലവറൊന്നുമല്ല, എന്നിട്ടും ഞാനിത് മേടിച്ചിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണ്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യും, അങ്ങനെ കുറേ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണിത്. ഇതിന് ഒറ്റ പ്രശ്നമുള്ളത് വെച്ചാൽ വാട്ടറുമായിട്ട് മാക്സിമം ടച്ച് ചെയ്യാതിരിക്കുക, വെള്ളം തുടരുന്നത് ആ മാനുവലിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഫുള്ളി ചാർജിലാണ് ഈ വണ്ടി കിട്ടുന്നത്, അതുകൊണ്ട് നിങ്ങൾ ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. സോ ഞാൻ ചാർജ് ചെയ്യാതെ തന്നെ ഇപ്പം ഒരുപാട് സമയം ഈ വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചാർജിങ് കപ്പാസിറ്റിയൊക്കെ അത്യാവശ്യം, അതിൻ്റെ ബാറ്ററി ചാർജിങ് കപ്പാസിറ്റിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ മേടിച്ച് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ വല്ല RC കാറൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുള്ള വെറൈറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യുക, അതും നമ്മൾ മേടിക്കുന്നതായിരിക്കും. അപ്പോൾ കാണാം, ബായ്.